മലയാള സാഹിത്യത്തിൻ്റെ മുഖമാണ് ഇന്ന് ചേതനയേറ്റ ശരീരമായി നമ്മോട് വിട പറയാൻ തയ്യാറെടുക്കുന്നത്. ആംബുലൻസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനകം കയറ്റും. ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരന് വിട നൽകുകയാണ് കൊട്ടാരം റോഡിലെ സിതാരയിലെത്തി എല്ലാവരും. കൂടല്ലൂരിനെയും നിളാതീരത്തെയും ഒക്കെ സിനിമകളിലും മായാമുദ്രയാക്കി അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മോട് യാത്ര പറയുകയാണ്. അദ്ദേഹം കുറിച്ചിട്ട വരികൾ, ആ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബിംബങ്ങൾ, അവയെല്ലാം ഇനിയും വായനകൾക്ക് വിധേയമാക്കപ്പെടും, വീണ്ടും വീണ്ടും വായിക്കപ്പെടും. വരും തലമുറകളിലേക്കും ആ അക്ഷരങ്ങൾ പകരും. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ വീട്ടിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം എടുക്കുകയാണോ? സുജയ, ചടങ്ങുകൾ പൂർത്തിയായി, അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായി. സ്വകാര്യമായി ആ ചടങ്ങുകൾ നടന്ന ശേഷം ഇപ്പോൾ മൃതദേഹം, ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കുകയാണ്. അത് ഇപ്പോൾ ഈ ആംബുലൻസിൽ ആംബുലൻസ് നടക്കാവ് വയനാട് റോഡ് വഴി മനോരമയിലൂടെ അവരോട് ശ്മശാനത്തിലേക്ക് ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 കിലോമീറ്റർ അകലെയാണ് മാവൂർ റോഡ് ശ്മശാനം. അവിടേക്കാണ് പോവുക. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് അവിടെ ഒരുക്കുന്നത്. വലിയ തിരക്ക് നമുക്കവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന ആളുകൾ, അവരിൽ പലരും മടങ്ങാതെ MD-യെ യാത്രയാക്കിയതിനു ശേഷം മടങ്ങാൻ അവിടെ തുടരുകയാണ്. വിലാപയാത്രയോ അല്ലെങ്കിൽ പൊതുദർശനമോ അങ്ങനെയുള്ള ഒരു ചിട്ടവട്ടങ്ങളും തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം കർശനമായി തന്നെ നിഷ്കർഷിച്ചിരുന്നു. അത് കുടുംബം നടപ്പാക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, സിത്താരയിലേക്ക് ഇന്നലെ രാത്രി 10:30 ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എത്തിയത് മുതൽ ആളുകളുടെ ഒഴുക്കായിരുന്നു. പുലർച്ചെയടക്കം നിരവധി ആളുകൾ വന്നു പോകുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ മണ്ണിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന വിത്തുകൾ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും. അതുകൊണ്ട് തന്നെ മണ്ണിനെയും മനുഷ്യനെയും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കുറിച്ചിട്ടതൊക്കെ വായിച്ചവർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പലയിടങ്ങളിൽ നിന്നും സിത്താരയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലായാലും കൃതികളിലായാലും ആ ഒരു നാടും നാട്ടറിവുകളും ഉൾച്ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ജ്ഞാനപീഠത്തിൽ ഇരുന്ന് ലോക സാഹിത്യത്തിൽ തന്നെ തൻ്റെ പേര് ഉറപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പോലെ ഇനിയൊരു ഊഴമില്ല, 2ാം ഊഴമില്ലാത്ത മടക്കയാത്രയ്ക്കിതാ MD ആംബുലൻസിലേക്ക് കയറുകയാണ്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ഇനിയൊരു മടക്കമില്ല, ഈ യാത്ര അവസാനത്തേതാണ്. സുജയ, പല സമയങ്ങളിലായി ഈ സിതാര വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയും അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അസുഖബാധിതനായി പോലും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് അദ്ദേഹം പലതവണ പോവുകയും ആരോഗ്യവാനായി മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ ഒരു യാത്ര ഇതൊരു അന്ത്യയാത്രയായി മാറുകയാണ്. ഇനിയൊരു മടക്കമില്ല, മരണം ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ദിനം അദ്ദേഹത്തിൻ്റെതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു അന്ത്യയാത്രയാണ് മലയാളക്കര, കേരള സർക്കാർ, അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് നൽകുന്നത്. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ സ്വകാര്യമായി പൂർത്തിയാക്കി ഭൗതിക ശരീരം പുറത്തേക്ക് എത്തിക്കുന്നു. ഈ ഭൗതിക ശരീരത്തിൽ ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അതിനുശേഷം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ആംബുലൻസിനകത്തേക്ക് കയറ്റി മാവൂർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് 5 മണിക്ക് സംസ്കാരം എന്നുള്ളതാണ്. അത് പ്രകാരം തന്നെ 5 മണിക്ക് സംസ്കാര ചടങ്ങ് നടക്കും. അനുശോചനം യോഗം 5:30 മണിക്ക് ചേരുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിലെ പൗരാവലിയുടെ നേതൃത്വത്തിലായിരിക്കും അനുശോചന യോഗം ചേരുക. ആ അനുശോചന യോഗം 5 മണിക്ക് കൃത്യം നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഇന്നലെ രാത്രി 10 മണിക്ക് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അദ്ദേഹത്തിന്റെ വിയോഗയാത്ര അറിഞ്ഞത് മുതൽ 100 കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് കടന്നെത്തിക്കൊണ്ടേ ഇരുന്നത്. അതിൽ പല വിധത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മഹാനടൻ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തിയത്. സംവിധായകൻ ശ്രീകുമാർ മേനോൻ എത്തിയത് ഇന്ന് പുലർച്ചെയാണ്. അവരോരോരുത്തർക്കും ഓരോ കഥകൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. ശ്രീകുമാർ മേനോനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പൂർത്തിയാക്കാതെ പോയത് സിനിമയെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് MT സമ്മാനിച്ച കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. അങ്ങനെ കഥകൾ പറയാനുള്ളവരും പരിഭവങ്ങൾ പറയാനുള്ളവരും ഒക്കെയായി ഒരുപാട് പേർ ഇവിടേക്ക് വരികയും അദ്ദേഹത്തെ കാണുകയും മടങ്ങിപ്പോവുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണി മുതൽ ഈ നേരം വരെ ഇപ്പോഴും അണമുറിയാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു നോട്ടം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും നിശ്ചയിച്ച പ്രകാരം അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടൻ ഭൗതിക ശരീരം കൊണ്ടുപോകണം എന്ന തരത്തിൽ
നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിപ്പോൾ നടക്കുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ ഒരു നോക്കത്തും കാണാനുള്ള ഒരു അവസരം ഒരുക്കിയാൽ ഇനിയും ഒരു 10-15 മിനിറ്റുകൾ ഈ അന്ത്യോപചാര ചടങ്ങുകൾ നീണ്ടു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അത്ര ആൾക്കൂട്ടം ഇപ്പോൾ വീടിന് പുറത്ത് ആംബുലൻസിന് ചുറ്റുമായി ഈ ഭാഗത്ത് കൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും കാണണം എന്നൊരാഗ്രഹം അവർ പ്രകടിപ്പിക്കുമ്പോഴും അത്തരത്തിൽ എല്ലാവർക്കും കാണാൻ സംവിധാനം ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണെങ്കിൽ 2-3 മണിക്കൂർ മാത്രമാണ് പൊതുദർശനത്തിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആൾക്കൂട്ടത്തിന്റെയും ആരാധകരുടെയും കോഴിക്കോട് നഗരത്തിലെ പൗരപ്രമുഖന്മാരുടെ ആവശ്യപ്രകാരമാണ് ഒരു വൈകിട്ട് വരെ പൊതുദർശനമാകാം എന്ന തരത്തിൽ തീരുമാനമെടുത്ത് 4 മണി വരെ പൊതുദർശനത്തിനുള്ള അവസരം വീട്ടിൽ ഒരുക്കി കൊടുത്തത്. അത് ടൗൺ ഹാളിലോ ഒരു പൊതുവേദിയിലോ പ്രദർശിപ്പിച്ചുകൊണ്ടല്ലാതെ ആ കുടുംബത്തോടൊപ്പം അദ്ദേഹം അന്ത്യവിശ്രമത്തിന് കിടക്കുന്ന ആ വീട്ടിന്റെ അകത്തളത്തിൽ മാത്രം ഒരു ആളുകൾക്ക് സന്ദർശകരെ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പൊതുദർശനം അല്പനേരമാകാം എന്ന് കുടുംബം വഴങ്ങിക്കൊടുത്തത്. പക്ഷെ ഇപ്പോൾ ആ നിശ്ചയിച്ച സമയത്തോടടുക്കുമ്പോഴും അത് ഇവിടെ ആളുകൾ കൂടിയിരിക്കുകയും അവർക്ക് കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആംബുലൻസ്, പുഷ്പാലങ്കൃതമായ ആംബുലൻസ് അവിടെ തയ്യാറായി നിൽക്കുന്നു. അതിനു മുന്നിൽ MT-യുടെ ചിത്രമുണ്ട്. അവിടെ MT-ക്ക് വിടാമെന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ആംബുലൻസ് ഇപ്പോൾ സിതാര എന്ന് പറയുന്ന ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങും. അത് ഒരു ഒടുക്കത്തെ യാത്രയായിരിക്കും, മടങ്ങി യാത്രയായിരിക്കും. ആ യാത്ര മാവൂർ റോഡ് ശ്മശാനത്തിലേക്കാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ചിത ഏറ്റുവാങ്ങും. ഇനി ആ ചിതയുടെ വെളിച്ചം MT-യെ സംബന്ധിച്ച് MT-യുടെ ഓർമ്മകളായി, MT-യുടെ കഥകളായി, കഥാപാത്രങ്ങളായി ഒക്കെ നമുക്ക് ചുറ്റും നമ്മുടെ പുസ്തകത്താളുകളിൽ, നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ അനുഭവങ്ങൾക്ക് സാക്ഷിയായി ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിനി പറയാൻ സാധിക്കുക. MT എന്ന് പറയുന്ന 2 അക്ഷരം 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട സാർത്ഥകമായ ഒരു ജീവിതം ഇവിടെ അവസാനിക്കുന്നു. ആ ജീവിതത്തിൽ നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുള്ള കഥകളും നോവലുകളും തിരക്കഥകളും സിനിമകളും ഒക്കെയായി ഒരുപാട് സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഒരു സ്മാരകം പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ മലയാളികളുടെ ഹൃദയത്തിൽ സ്മാരകം പണിത് താമസിക്കുന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ. വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അത്രമേലൊന്നും വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുകയോ എല്ലാവർക്കും ഇടം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് എഴുത്തിലൂടെയായിരുന്നു. അങ്ങനെ എഴുത്തിലൂടെ ആഘോഷിക്കപ്പെട്ട, കഥാപാത്രങ്ങളിലൂടെ ആഘോഷിക്കപ്പെട്ട ഒരു മനുഷ്യനിതാ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രക്ക് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ജന്മനാടായ കൂടല്ലൂരിലെ ആ തറവാട് വീടിനേക്കാൾ എത്രയോ ഇഷ്ടം അദ്ദേഹത്തിന് ഈ സിതാര എന്ന് പറയുന്ന കോഴിക്കോട്ടെ കർമ്മമണ്ഡലത്തിലെ ഈ വീടിനോടായിരുന്നു. അദ്ദേഹം ആ വീടിനെ കുറിച്ച് പറയുമ്പോൾ സിതാര എന്നാണ് ആ വീടിന്റെ പേര്. അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ പേരാണ് സിതാര. മകളോ മരുമകനോ ഒക്കെ വന്നിട്ടുണ്ടോ സംസ്കാര ചടങ്ങുകൾക്കായി? സിത്താര എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അദ്ദേഹം അസുഖബാധിതനായി കിടന്നപ്പോൾ സിത്താര ആശുപത്രിയിൽ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വീട്ടിലേക്ക് സിത്താര എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏതായാലും അത് ഒന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ മകൾ അശ്വതിയും ബന്ധുക്കളും ഒക്കെയാണ് ഇപ്പോൾ, സരസ്വതി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെയാണ് ഇപ്പോൾ വീട്ടിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും അന്ത്യോപചാര ചടങ്ങുകൾ അവസാനിക്കുകയാണ്. അതിനുശേഷം ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടി നിൽക്കുന്ന ആ ഒരു 100-150 ആളുകളുണ്ട്. അവർക്കെങ്കിലും കാണാനുള്ളൊരു അവസരം കൂടി കൊടുത്താൽ പൂർണ്ണമായും അദ്ദേഹത്തെ കാണാനെത്തിയവർക്ക് മുഴുവൻ കാണാൻ അവസരം കൊടുത്തുകൊണ്ടും സംതൃപ്തിയോടൊരു അദ്ദേഹത്തിന് മടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു 10 മിനിറ്റ് നേരം കൂടി അവിടെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ കാണാൻ അവസരമുണ്ടാവും. അതിനുശേഷം ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് കയറ്റും. ആംബുലൻസിന് അകമ്പടിയായി പോകാൻ ഈ കൊട്ടാരം റോഡിൽ നൂറുകണക്കിന് ആളുകൾ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ ആയിട്ട്, അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഒപ്പം ചേരാനായി. സ്വാഭാവികമായിട്ടും ആ അന്ത്യയാത്ര ഒരു 2 കിലോമീറ്റർ ദൂരെയുള്ള മാവൂർ റോഡ് ശ്മശാനത്തിലേക്കാണ് പോവുക. മാവൂർ റോഡ് ശ്മശാനത്തിൽ അല്പനേരത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനുശേഷം അനുശോചന യോഗമായിരിക്കും ഉണ്ടാവുക. കോഴിക്കോടിലെ സാംസ്കാരിക പ്രമുഖരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെ, കോഴിക്കോട് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ അനുശോചന യോഗത്തിൽ
പങ്കെടുക്കും. കോഴിക്കോട് അക്ഷര നഗരിയാണ്, അക്ഷര നഗരിയുടെ തമ്പുരാനാണ് വിടവാങ്ങുന്നത്. ഈ കോഴിക്കോട് നഗരത്തെ അക്ഷര നഗരി എന്ന് അഭിമാനിക്കുമ്പോൾ ആ അഭിമാനത്തിന്റെ പേര് MT എന്നുകൂടിയാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം കോഴിക്കോടിനെ അക്ഷര നഗരിയാക്കി മാറ്റിയ ധാരാളം ഇതിഹാസ പുരുഷന്മാരുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ, SK പൊറ്റക്കാടിനെ പോലെ, KT മുഹമ്മദിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പോയി മറഞ്ഞപ്പോഴും അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഒരു കാരണവരായി ഈ കോഴിക്കോടിന്റെ നഗരത്തിന്റെ തറവാട്ടുമുറ്റത്തിൽ ഒരു കസേരയിട്ട് ഇരുന്നിരുന്നു. ആ അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ പടിയിറക്കം കോഴിക്കോടിന്റെ നഗരത്തെ സംബന്ധിച്ചൊരു സ്വകാര്യമായിട്ടുള്ളൊരു ദുഃഖം കൂടിയുണ്ട്. നഗരത്തിന്റെ സ്വകാര്യ അഭിമാനമായി ഇവിടെ ഉണ്ടായിരുന്ന, ഇവിടെ ഞങ്ങൾക്കൊരു എഴുത്തുകാരനുണ്ട്, ഞങ്ങൾക്കൊരു കാരണവരുണ്ട് എന്ന് ഞങ്ങളൊക്കെ അഭിമാനിച്ചിരുന്ന, ഈ നഗരം അഭിമാനിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കഥാകൃത്ത് ഇറങ്ങിപ്പോകുന്നതിന് മാത്രമല്ല, ഒരു വീട്ടിലെ കാരണവർ ഇറങ്ങിപ്പോകുന്നതിന്റെ മനോവേദന അദ്ദേഹം ഇവിടെ സൂക്ഷിക്കുന്നവരുണ്ട് എന്നുള്ളതാണ്.